മാപ്പു നൽകണേ. ഞാൻ മൂലം വലിയ ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ പ്രിയ അമ്മച്ചി നമ്മളിൽ നിന്ന് മിനിഞ്ഞാന്ന് ഈ ലോകവാസം വെടിഞ്ഞത്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ വളരെ സന്തോഷിച്ചു. 89ാമത്തെ ജന്മദിനം സ്തോത്ര പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് സ്തോത്ര പ്രാർത്ഥന സംഭാവനയൊക്കെ തന്നു. ആ റിസിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ അമ്മച്ചെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ ഇന്നലെയാണല്ലോ ലാസ്റ്റ് റിസിപ്റ്റ് ഞാൻ എഴുതാൻ. ഞാൻ ആ കുടുംബവുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലും എല്ലാവിധത്തിലുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം. അമ്മച്ചി ഔദ്യോഗിക ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുണ്ടയത്തെ ഭവനത്തിൽ താമസം തുടങ്ങിയ കാലം മുതൽ ഈ പള്ളിയുടെ ആത്മീയ സംഘടനകളിലെല്ലാം സജീവമായ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എല്ലാവിധമായ ആത്മീയ കാര്യങ്ങളും അമ്മച്ചിയുടെ പ്രേരണയും സാന്നിധ്യവും സഹകരണവും സംഭാവനകളും ഒക്കെ വളരെ ഈ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്തതായ ഒരു ഭവനമാണ് മുണ്ടയത്ത് ഭവനം. പ്രത്യേകിച്ച് അവിടുത്തെ പിതാവ് ജോസാറ് ഈ പള്ളിയുടെ ആത്മീയ കാര്യങ്ങളും അതുപോലെ ഭരണകാര്യങ്ങളും ഒക്കെയും സജീവമായിട്ട് വളരെ തീക്ഷ്ണതയോടുകൂടി, പ്രത്യേകിച്ച് അന്ത്യോക്യ വിശ്വാസത്തിൻ്റെ ആ കാര്യത്തിൽ വളരെ തീക്ഷ്ണതയുള്ള ഒരു ദേഹമായിരുന്നു ബഹുമാനപ്പെട്ട ഭരതനായ ജോസ. അപ്പം ആ മാതൃകയാണ് ഇന്ന് കുടുംബം ഒക്കെ പിന്തുടരുന്നത്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ നിന്ന് ലഭിച്ചതായ ശിക്ഷണവും വിശ്വാസ ജീവിതത്തിൽ വരുവാൻ സാധിച്ചത് അമ്മച്ചിയുടെ ഇളയ മകൻ ജോമിച്ചൻ നമ്മുടെ മധുവായിലെ സ്ഥിരമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൻ അവരും വളരെ തീക്ഷ്ണതയോടുകൂടി പള്ളി കാര്യങ്ങളൊക്കെ അതിന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ പള്ളിയിലേക്ക് പള്ളി കാര്യങ്ങളൊക്കെ നമ്മോട് കൂടെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കുറച്ച് നാളായിട്ട് നല്ല ശരീര സുഖമില്ലായിരുന്നു. എന്നാലും ലോകത്തിൽ ആർക്കും ലഭിക്കാത്തതായ ഭാഗ്യം ഈ പ്രിയ മാതാവിന് ലഭിച്ചു എന്നുള്ളത് വളരെ ദൈവകൃപയെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുള്ളൂ. ഒരു വിധത്തിലും അമ്മച്ചിക്ക് യാതൊരു കുറവുകളും വരാതെ മക്കളും മരുമക്കളും, പ്രത്യേകിച്ച് ജോമിച്ചൻ്റെ വൈഫ് വളരെ സന്തോഷത്തോടുകൂടി അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വളരെ സജീവമായി പ്രവർത്തിച്ച് നോക്കുകയും ഹോം നേഴ്സുണ്ട്, വേലക്കാരുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും കൊച്ചുമോളെ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും അത്ര താല്പര്യമായിട്ട് അമ്മച്ചി ഒരു കുറവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ആ ഭവനത്തിൽ ചെന്നറിയാം എത്രമാത്രം കരുതലോട്. ഇന്ന് പല ഭവനങ്ങളിലും ലഭിക്കാത്തതായ ഒരു വലിയ കൃപയാണ് ഈ പ്രിയ മാതാവിന് തൻ്റെ അന്ത്യ സമയങ്ങളിലൊക്കെ കിട്ടിയത്. അതിനെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഇത്രമാത്രം അവരെ അനുഗ്രഹിക്കുന്നു. പറഞ്ഞാൽ മാതാപിതാക്കളെ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തോട് കൂടിയ കൽപ്പന പാലിക്കുന്ന, 4ാമത്തെ കൽപ്പന പാലിക്കുന്നതായ മക്കളെയാണ് അമ്മച്ചിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭവനത്തിൽ നിന്ന് അമ്മച്ചിക്ക് വളരെ വളരെ നല്ല കരുതലും സ്നേഹവും വാത്സല്യവും മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നൊക്കെ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് പ്രിയ അമ്മച്ചിക്ക്, കടന്നുപോയ അമ്മച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ഇടവകയുടെ അനുശോചനം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വേർപാടാണ്. എന്നാലും ലോകത്തിലെല്ലാവർക്കും ജനിച്ച മനുഷ്യനൊക്കെയും മരണം സുനിശ്ചിതമാണല്ലോ. ആർക്കും ഈ ലോകത്തിൽ സ്ഥിരമായിട്ട് ഈ കൂടാരമാകുന്ന ഈ മൺകൂടാരം വിട്ട് നാം ഒക്കെയും പിരിഞ്ഞു പോകേണ്ടതാണ്. നാം ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ പോയി എന്നുള്ളതല്ല, ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു, കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിനോടുകൂടെ ചേർക്കപ്പെട്ടതായ ഒരു അനുഭവം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമാണ്. നാം എന്ത് സമ്പാദിച്ചു, എന്ത് നേടി എന്നുള്ളത്. നാം ഈ ലോകത്തിൽ എന്ത് ചെയ്തു, കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു, അത് മാത്രമാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു, മണ്ണിലേക്ക് തിരികെ ചേരുന്നു. പക്ഷെങ്കിൽ നമുക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മളൊക്കെ
ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിൽ കർത്താവിനോട് നമുക്കും പ്രിയ മാതാവിനെ കാണാമെന്നുള്ള ഒരു പ്രത്യാശയാണ് ഈ ഒരു ക്രിസ്തീയ. ഇതുകൊണ്ടാണല്ലോ നാം ജീവിക്കുന്നത്. ഈ പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം മീനിങ്ലെസ് ആയി. അതുകൊണ്ട് വളരെ പ്രത്യാശയോടുകൂടിയാണ് ഈ പ്രിയ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. കുഞ്ഞുങ്ങൾക്ക് വിഷമിക്കാനൊന്നുമില്ല. അവർക്ക് നിദ്രയിൽ അവരുടെ പ്രിയ മാതാവിനെ കാണാമെന്നുള്ളതായ ആ വിശ്വാസം, ആ ഉറപ്പ് ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇടവയ്ക്ക് വളരെ കരുതലും സ്നേഹവും പകർന്നൊരു മാതാവ്. ഇടവയ്ക്ക് അമ്മച്ചിയുടെ വേർപാട് എന്നൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് പിതാവ് മരിച്ചതിന് ശേഷം നമ്മുടെ ഇടവ രജിസ്റ്ററിൽ മറിയാമ്മ ജോർജിൻ്റെ പേരായിരുന്നു. വർഷങ്ങളായിട്ട് നീണ്ട അനവധി വർഷങ്ങൾ അമ്മച്ചിയുടെ പേരായിരുന്നു ഇടവ രജിസ്റ്റർ ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ അമ്മച്ചിയുടെ പേര് മാറ്റപ്പെട്ടു പോവുകയാണ്. എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും അമ്മച്ചി മായുന്നതല്ല. ഈ ഇടവകയുടെ പ്രത്യേകിച്ച് ഇടവകയുടെ മെത്രാപ്പൊലീത്തായുടെ പേരിലും ഈ ഇടവകയുടെ മുൻ വികാരിമാരുടെ പേരിലും ഈ ഇടവകയിൽ ഇപ്പോഴുള്ളതായ വികാരിയും അസിസ്റ്റന്റ് വികാരിയും ഭരണസമിതികൾ, ഭക്തജന ജനങ്ങൾ, അതുപോലെ ഇടവകയുടെ എല്ലാ അംഗങ്ങളുടെയും വ്യക്തിപരമായും ഈ കുടുംബത്തിൻ്റെ മൊത്തമായിട്ടുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദൈവം ഈ കുടുംബത്തിന് ഈ അവരുടെ നഷ്ടം മാറ്റുവാൻ സ്വർഗത്തിനായ ദൈവം സഹായിക്കട്ടെ. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടയ്ക്കട്ടെ. നിത്യതയിൽ അവരുടെ പ്രിയ മാതാവിനെ അവർക്ക് കാണുവാൻ സാധിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ഒരിക്കൽ കൂടി ഇടവകയുടെ എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തും. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ദേവകുട്ടി മാറ്റി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കും. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ അർപ്പിക്കുകയാണ്. അഭിനന്ദ തിരുമേനി എഴുതി വന്നിട്ടുണ്ട്. റാണി ഫെഡറാസനത്തിന്റെയും ഭാവി കേരളത്തിന്റെയും ചുമതല വഹിക്കുന്ന കുര്യാക്കോസ് യോഹന്നാനീസ് തിരുമേനിയാണ് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ദേവാലയത്തിന് പുറത്തു നിൽക്കുന്നതായ ഈ അമ്മച്ചിയെ യാത്ര അയക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഏവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറയുമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ടായി വർദ്ധലോകത്തിന് യാത്രയായിരിക്കുന്ന ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രശ്നോടെ നിന്നെ കേൾക്കുവാനും സംഗതിയാക്കണമേ. പുകട്ടൻ പ്രാർത്ഥന തിരുമുൻപിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണമൻ യാചനയെ ചിന്തിച്ചിൻ കുഴിയിൽ വീണവരെ പോൽ ഹല്ലേലൂയ തുടയറ്റവനെ പോലെ ഞാൻ പറക്കും. സോനെ പോലെ പ്രവല റൂഹ കാദിശ ഓലം വാദാമിൻ ഓലം വൽമിനാമിയാതുരേ സൗഭാഗ്യം നിങ്ങൾക്കു തരത്തിൻ നാളിൽ ഉൾക്കൊണ്ടു
ഓരോരുന്തിലുമേയും മോചനമേകും തിരുരക്തമതോ നിങ്ങളതിർത്തിടോ വലഭാഗെ പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാനോട് നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മാക്കൾ ശ്രദ്ധാവും നിർമ്മലമായ വിദേശങ്ങളുടെ ആശയങ്ങളുടെ പുനർവധാനവും മനുഷ്യരുടെ ലഭിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമാവുന്ന സ്തുതിയും അവിടുത്തേക്ക് നിന്റെ ദാസിയുടെ മരണാനന്ദ സൂക്ഷ്മ നിർവഹിക്കുന്നതായ സമയത്ത് സകലനാളുകളും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നൽകിയ യോഗ്യമാകുന്നു. ആദ്യമില്ലാത്ത തേജസ്സുമാകാരണ്യവാനും സത്യവാനും മണ്ണുമില്ലായ്മയുടെ ജീവനുറവയും സ്വരത്തിന്റെ സുഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാനങ്ങളെ ക്രമീകരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ മകനും ദൈവസ്വരനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അവാചരമല്ല. ആരാധനയുടെ ആഴവും ചിന്തകളും നിരസനത്തിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചുകളയുവാനും മനുഷ്യനായ മഹാസർപ്പത്തെ വരുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കളും രക്ഷപ്പെടുകയില്ലായ്മയും അവർ പ്രസംഗിക്കുന്ന ലോകങ്ങൾക്കും അധികാരമായുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാവുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ മരണാനന്ദ ശുശ്രൂഷ സമയത്ത് അർപ്പിക്കുകയും അപേക്ഷയെ പ്രാർത്ഥന സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനമാലാകുമാർ മൂലമുള്ള ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവിടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധത്തിൽ നിന്ന് അതിനെ ഇവിടെ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് അതിന് സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ അവരെ ഇവർക്ക് നേടിക്കൊടുത്ത് രണ്ടാം പൂർണ്ണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവിടെ തിരിച്ചുകൊണ്ടണമേ. അദൃശ്യമായ നിശക്തിയാരുടെ സഹായിക്കണമേ. ഷാദികളുടെ ഭയങ്കരമായ അവളുകളിൽ നിന്ന് ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടണമേ. ഇവളുടെ പ്രമാണങ്ങൾക്ക് തക്കതുപോലെ ഇവിടെ നീതിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വ കുറ്റക്കാർ തന്നെയാവുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനി തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ നാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലെ വിളിച്ച് ഓർക്കണമേ. ഞങ്ങളെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായതായ നിന്റെ ഏകജാതന്റെ കഷ്ടാനുഭവങ്ങൾ നിനക്ക് വേണ്ടി അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും മേൽ ഉദിക്കുമാറാകണമേ. ഒരു വിശ്വസിച്ചതായ ദൈവമുള്ള ശ്രീഭാം ഇവർക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്നതായ പ്രകാശ സംഭവമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശത്തിനുമായ സാത്താൻ ദുഷ്ടമായ ഗ്രാമങ്ങളെ നിറവേറ്റാതെ ലജിച്ചു പോകാൻ തക്കവണ്ണം നിന്റെ കരുണയാൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെയും ഈ നിന്റെ ദാസിക നീ കോട്ടയും അനുയായും കാവൽക്കാരുടെ സഹായമായി നിൽക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതായ നിന്റെ മഹിമയിലൂടെ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവർക്ക് നിസ്സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ നിങ്ങളെ എല്ലാവരെയും വെല്ലുവിള യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായിരുന്ന ജീവിതത്താൽ അന്ധകാലം നിന്റെ ദുഷ്ടങ്ങൾക്ക് വിധേയമാകാത്തതായ സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രശ്നം നൽകുകയും ചെയ്യണമേ. നിന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും
അവനവന്റെ അവസാന സംബന്ധി പ്രത്യാശമായിരുന്നുകൊണ്ട് അവിടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കൊള്ളണമേ. ദൈവനമ്പുരാനെ നിന്റെ മശിഹായുടെ പ്രത്യാശയാൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്കുള്ള യാത്ര പുറപ്പെടുകയും ശ്രേഷ്ഠവും മഹനീയമായ അവിടുത്തെ പ്രത്യക്ഷീകരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങൾ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭാര്യങ്ങളുടെ ശുദ്ധന്മാരോട് കൂടിയുള്ളതായിരിക്കുന്ന ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നഭാവങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരുമായ അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത രാജ്യത്തിൽ വന്യവും ഗണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകയാതിന്റെയും നിന്റെ വിശുദ്ധരുമായും സ്തുതിപ്പെടുത്തുവാൻ യോഗ്യരായി തീരുമാനമാകണമേ. വേഗം വന്നെത്തിയിടണം നാഥാ നിന്റെ മുൻപിൽ എൻ ജീവാന്ത്യമടുക്കുമ്പോ എന്നാത്മാവിൻ കർമ്മങ്ങൾ നേടിയിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ പൊന്നിനു വിലയില്ലവിടുന്നു അങ്ങീശോയാം ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു. ധനികന് പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനന ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകിട. സത്തമനെ നരവത്സരനെ അവിടന്ന് തേത്തോ നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഇതിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ വഞ്ചകാഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത അതിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ.
എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മൾ ധനിയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മെശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചു കൊള്ളുകയും അമീനഹായി ബാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ അനഹഫൈകല്ലാമസോ വഫറുഖൈസു ഖദു തൈബുസോ. ഹല്ലേലൂയ. മകർ സനദ്മാരെ സൈ ഫുർഖാൻ നവൽമാ നമ്മുടെ രക്ഷകരുടെ തന്നെ സ്തുതികളും വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ തങ്ങളുടെ വിളക്കുകളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങൾ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവർ എല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനങ്ങൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കിട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം. നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, നാഥ നാഥ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ടവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട്